പെട്ടവർക്കാർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു സംഭവം നടക്കരുത് എന്ന്. കാരണം നാളെ ഒരു വിവാഹം നടക്കേണ്ട വീടാണ്. ആ വീട്ടിൽ ഇങ്ങനൊരു ദുരന്തം നടന്നാൽ അതെങ്ങനെ സഹിക്കുവാനൊക്കും? എലവുങ്കലെ ചാക്കോ സാറിൻ്റെയും തങ്കമ്മ ടീച്ചറിൻ്റെയും മകളാണ് ജിനുമോൾ. ജിനുമോളെ എന്ന നാട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കാരണം വളരെ നല്ല സ്വഭാവവും വളരെ പാകതയും എല്ലാവരുടെയും നല്ല സ്നേഹമുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവർ. ഏക മകളാണ് ഇവരുടെ ഏക മകൾ. അവൾ നല്ല രീതിയിൽ വളരണമെന്നുള്ള അവരെ ആഗ്രഹിച്ചു. അവൾ പ്രായമായി, വിദ്യാഭ്യാസം കഴിഞ്ഞു, ഒരു IT കമ്പനിയിൽ അവൾക്ക് ജോലി ലഭിച്ചു. വീട്ടിൽ സാമ്പത്തികമൊക്കെ ഉണ്ട്, ഒന്നിനൊരു കുറവുമില്ല. മകളെ ഇനി വിവാഹം കഴിപ്പിച്ചയക്കണം, അതാണ് ഇനിയും ആ മാതാപിതാക്കളുടെ ആഗ്രഹം. അങ്ങനെ പല വിവാഹങ്ങളും അവർ ആലോചിച്ചു. പലയിടത്തും വന്ന് പെണ്ണ് കാണാൻ പലരും വന്നു. ഈ മകൾക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ല. മകൾക്ക് ഒരു വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലയോ എന്നുള്ള ചിന്തയായി മാതാപിതാക്കൾക്ക്. അങ്ങനെ മാതാപിതാക്കൾ അവളെ വിളിച്ച് വിവരം തിരക്കി, എന്താണ് നീ ഒന്നിനും സമ്മതിക്കാത്തത്? ആ മകൻ പറഞ്ഞു, പപ്പായും മമ്മി ഒരു കാര്യം ചെയ്യേ, എനിക്കൊരു വിവാഹം കഴിച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ആളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. അവൾ അന്വേഷിച്ച് ആരെയാണ്? തൊട്ടയലൊക്കെ താമസിക്കുന്ന രാഹുലിനെയാണ് നമുക്കിഷ്ടം. അവർ പറഞ്ഞു അതങ്ങനെ നടക്കും. കാരണം നമ്മുടെ മതത്തിൽപ്പെട്ടവരോ നമ്മുടെ ജാതിയിൽപ്പെട്ടവരോ അല്ല, അവൻ വേറൊരു ജാതിയിൽപ്പെട്ടതല്ലയോ. തന്നെയല്ല നമുക്ക് ചേർന്നല്ല മകളെ അതുകൊണ്ട് നമുക്ക് ആ വിവാഹം വേണ്ട. അപ്പോൾ ആ മകള് ആ മാതാപിതാക്കൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് എൻ്റെ പപ്പായും മമ്മിയും ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ രാഹുലിനെ വിവാഹം കഴിക്കണം. ഒടുവിൽ അവിടെ നിർബന്ധത്തിന് വഴങ്ങി രാഹുലിനെ വിവാഹം കഴിക്കുവാൻ അവർ സമ്മതിച്ചു. രാഹുലിൻ്റെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചു. അങ്ങനെ വിവാഹത്തിന് അവർ രണ്ടു കൂട്ടരും സമ്മതിച്ചു. വിവാഹ തീയതി നിശ്ചയിച്ചു. ഒരു കാര്യം മാത്രമേ ഈ അപ്പനും അമ്മയും പറഞ്ഞുള്ളൂ, രാഹുല് ഞങ്ങളുടെ മതത്തിലേക്ക് ചേർന്ന് ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് വിവാഹം നടത്താം. ഒടുവിൽ അതും സമ്മതിച്ചു. അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്ന് നടന്നു. രാഹുല് ആ പള്ളിയിൽ ചെന്നു. ആ പള്ളിയിൽ ചേർന്നു. ജിനുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു. അങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയും വാങ്ങിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെയും വാങ്ങിച്ചു. അങ്ങനെ നാട്ടിലൊരു ഉത്സവമാണ്. കാരണം ഈ കുടുംബത്തെക്കുറിച്ച്, എലവുങ്കൽ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ വളരെ സ്നേഹത്തോടെ സംസാരിക്കും. കാരണം ഇവർ രണ്ടുപേരും, ഈ ചാക്കോ സാറും തങ്കമ്മ ടീച്ചറും അവരെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കാരണം അടുത്തുള്ളവരെയൊക്കെയും അവർക്ക് വളരെ ഇഷ്ടമാണ്. അവർക്ക് എന്ത് സഹായം ചെയ്യുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് നാട്ടുകാർക്കൊക്കെയും ഈ വിവാഹം, കാരണം ജിനുവിൻ്റെ വിവാഹം ഒരു ഉത്സവമാക്കാൻ അവരും തീരുമാനിച്ചത്. അങ്ങനെ എല്ലാവരും, അവിടെ ജാതിയും മതവും ഒന്നും ഇല്ലാതെ എല്ലാവരും ആ വിവാഹത്തിൽ പങ്കെടുക്കുകയാണ്. വിവാഹത്തിനെടുത്ത സാരിയുടെ കളറ് പോരാന്നുള്ള രാഹുലിൻ്റെ ആ തോന്നലിലാണ് ജിനുവിനോട് പറഞ്ഞു, നമുക്ക് ഈ സാരി ഒന്ന് മാറിയെടുക്കാം, നമുക്ക് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. വിവാഹത്തിൻ്റെ തലേദിവസം സന്ധ്യയായി, രാത്രിയാകാറായി. ഇവരെ ജൗളിക്കടയിലേക്ക് പോകണം. ഈ സാരിക്ക് കളറ് പോരാ, സാരി മാറിയെടുക്കുവാൻ വേണ്ടി. എന്നാൽ ഇവർ രണ്ടുപേരും, ജിനുവും രാഹുലും ബൈക്കിലാണ് യാത്ര പോയത്. പോകുന്ന വഴിക്ക് എതിരെ വന്ന ഒരു ട്രക്കിന് ഈ ബൈക്ക് ഇടിച്ചു. രണ്ടുപേരും പെട്ടെന്ന് ട്രക്കിൻ്റെ അടിയിലേക്ക് വീണു. ഈ ട്രക്ക് ജിനുവിൻ്റെ തലയിൽ കൂടെ കയറി ഇറങ്ങി. തല ചിഹ്നവന്നമായി പോയി. നോക്കിയേ, പിറ്റേ ദിവസം വിവാഹം നടക്കേണ്ട ആ പന്തലിൽ ഒരു ശവമടക്കത്തിൻ്റെ ഒരു കാര്യം നടക്കുന്ന അത് നമുക്ക് ചിന്തിക്കുവാനോ ഊഹിക്കുവാനോ സാധിക്കത്തില്ല. ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ഏക മകളായിരുന്നു ജിനുവിൻ്റെ മരണം ആ നാട്ടിലെല്ലാവർക്കും അത് വളരെ വേദനയായി. ആർക്കും അത് കേട്ടവർക്ക് വിശ്വസിക്കാനും സാധിക്കത്തില്ല ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. വിധിയാണ്, അല്ലാതെന്താണ്. ഇന്നും ആ അപ്പനും അമ്മയും ഇന്ന് ആ വീടിനുള്ളിൽ അവരൊറ്റയ്ക്ക് ആരോടും ഉരിയാടാതെ അവർ ഏകരായിട്ട് അവരിന്ന് കഴിയുകയാണ്. ഒരവസ്ഥ നോക്കണമേ. വളരെ സന്തോഷത്തോടെ ആഗ്രഹിച്ചിരുന്നു തങ്ങളുടെ മകള് നല്ല രീതിയിൽ ജീവിതം നയിക്കുന്നത് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച ആ മാതാപിതാക്കൾ. തന്നെ പ്രാണനുമൂല്യം സ്നേഹിച്ച രാഹുലുമായിട്ടൊത്ത് ജീവിക്കുവാൻ വേണ്ടി ജിനു ആഗ്രഹിച്ചു.
ആ ആഗ്രഹവും നടന്നില്ല. തൻ്റെ പ്രിയതമയും ഉള്ള ജീവിതം ആഗ്രഹിച്ച രാഹുലിനും അത് സാധിച്ചില്ല. എന്നാൽ രാഹുൽ ഇന്ന് തലയ്ക്ക് ഒരു വെളിവുമില്ലാതെ ഇന്നും ആശുപത്രിയിൽ തന്നെയാണ് രാഹുൽ കഴിയുന്നത്. ഈ സംഭവം നടന്നിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. ഇത് നടന്നത് തൊടുപുഴയാണ് സ്ഥലത്താണ് ഇത് നടന്നേക്കുന്നത്. എന്തോ ഒരു അനുഭവമാണ്, എന്തോ ഒരു വിധിയാണിത്. ദൈവം വിധിച്ചാൽ ആ വിധിയെ മാറ്റുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ഇതൊരു ശാപമാണോ?